അപ്പൊ എൻ്റെ മാമനും എൻ്റെ ആൻറ്റിയും എൻ്റെ ആൻറ്റിൻ്റെ 2 മക്കളും എൻ്റെ ഉമ്മമ്മയും എൻ്റെ ഉമ്മച്ചിയും പിന്നെ ഞാനും കൂടിയാണ് പോയത് എൻ്റെ ഉപ്പപ്പാൻ്റെ പാട്ടിട്ടപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതെൻ്റെ കസിൻസും ഞങ്ങളെല്ലാവരും കൂടി പാട്ടിനനുസരിച്ച് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഗൈസ്. അവിടെ എത്തോളം സമയം പോണ്ടേ, കുറച്ച് ദൂരെ പോകാണ്ട്, ഇടയ്ക്കരയാണ് സ്ഥലം. ഇപ്പം ഞങ്ങൾ നിലമ്പൂര് ടൗണിലെത്തിയിട്ടോ ഗൈസ്. ഈ നിലമ്പൂര് സ്ഥലത്തിൻ്റെ അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു റോഡിൻ്റെ അകത്ത്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഡ്രസ്സിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. തെക്കിൻ മ്യൂസിയത്തിൻ്റെ അടുത്ത് കൂടിയാട്ടോ ഗൈസ് നിങ്ങൾ പോയത്. തെക്കിൻ മ്യൂസിയത്തിൽ ഞങ്ങൾ ഒരുപാട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കയറാൻ നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് എടക്കര ടൗണിലേക്ക് ഞങ്ങളെ ഉപ്പപ്പാൻ്റെ വീട്ടിൽ തറവാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ അപ്പം ഞങ്ങളെ ഉപ്പപ്പാൻ്റെ തറവാട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിലൊക്കെ ഇരുന്ന് ഓടിച്ചായിട്ട് കളിച്ചു. അവിടെ തൊട്ടടുത്ത് ഉപ്പപ്പാൻ്റെ കുറേ അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇനി പോവാണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഉപ്പപ്പാൻ്റെ തറവാട്ടിൽ പോയി. നല്ല മന്തി റൈസും പിന്നെ പെരി പെരി അൽഫാമും ബീഫും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങളെ എളാപ്പാൻ്റെ വീടെത്തിയിട്ടാണ് ഞങ്ങൾ ഉപ്പപ്പാൻ്റെ തറവാട്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ നേരമായി. ഞങ്ങൾ പുഴേൻ്റെ വക്കത്തിൻ്റെ ഒരു ഞങ്ങളെ എളാപ്പാൻ്റെ വീടെന്ന് പറയാം. അങ്ങനെ പറയാം, പുഴേൻ്റെ വക്കത്താണ് കേട്ടോ. അപ്പം ഇനി അടുത്തത് അവിടെയാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വരും ഗൈസ്. ഞങ്ങൾ എളീമാൻ്റെ വീടെത്തിയിട്ടുണ്ട്. പുഴയുടെ തൊട്ടടുത്താണ്, നല്ല തെളിഞ്ഞ വെള്ളം ഗൈസ്. അപ്പം നമുക്ക് അവിടെ പോയി വരാം. അപ്പോൾ ഗൈസ് അവിടെ പുഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളത്തിൻ്റെ തണുപ്പുണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചു വിട്ടോ. വെള്ളത്തിൽ കുറേ നേരം ഞങ്ങൾ കളിച്ചു വിട്ടോ. ആ വെള്ളത്തിൻ്റെ അടിയിലുണ്ട് വെള്ളാരങ്ങളിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളതിന് കുറച്ചെടുത്ത് വീട്ടിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വെള്ളത്തിലിറങ്ങി ഞങ്ങൾ നീന്താണ് ഇവിടെ കാണില്ല. അപ്പൊ ഞങ്ങളിവിടെ ഇറങ്ങാൻ നേരത്തോടെ കുറെ താത്താരും മേന്തിമാരെല്ലാരും ഇവിടെ അയലത്തിൻ്റെ കുട്ടികളെല്ലാരും നീന്താൻ വന്നു കേട്ടോ. അവരൊക്കെ എപ്പോഴും അവിടെ ഞങ്ങൾ കയറിയതിന് ശേഷം കുറേ ആട്ടിൻകുട്ടികളൊക്കെ വന്നിട്ടോ പുല്ല് മേയ്ക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കസിൻസും വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ പുഴയെന്ന് കയറി പോണ സീനാണ് കേട്ടോ ഗൈസ്. മഴയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം കയറി പോന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ ഉമ്മച്ചിൻ്റെ ഇളാമ്മമാര്. പിന്നെ ഞങ്ങൾ എല്ലാ ഇളാമാരോടും ഇളാപ്പാനോടൊക്കെ യാത്ര പറഞ്ഞ് പോന്നു കേട്ടോ ഗൈസ്. കുളത്തേക്ക് ചാടാൻ വരുന്നത് കുളല്ല പോയാണ്. അപ്പോൾ നിങ്ങളോട് പോരുമ്പോൾ നൈറ്റായ അപ്പം ഞങ്ങളവിടെ പാട്ടിട്ടു. അപ്പം ഞങ്ങൾ ചാടിക്കളിച്ചു, നല്ല എൻജോയ് ചെയ്തു കേട്ടോ ഗൈസ്. ഹലോ
കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ സമയം 9 മണി ആയിക്കണ്. അപ്പോൾ അവിടെ പുത്തന്താണി എത്തിയപ്പോൾ ഞങ്ങൾ ഹലാമാളിൽ കയറി നല്ല ചിക്കൻ്റെ ബ്രോസ്റ്റൊക്കെ തിന്നുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഞങ്ങൾ വീട്ടിലേക്ക് നേരെ തിരിച്ചു പോകുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എസ്കലേറ്ററും കൂടിയൊക്കെ താഴേട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.